ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രോഹിണി നക്ഷത്രത്തെക്കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, രോഹിണി നക്ഷത്രം അതായത് ഈ വരുന്ന ഫെബ്രുവരി തൊട്ട് അഷ്ടമത്തിൽ കേതുരാഹുക്കളുടെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ രോഹിണി നക്ഷത്രക്കാർക്ക് ഭയങ്കര വലിയൊരു പ്രശ്നം വരാൻ പോവാണ്. ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ രോഹിണി നക്ഷത്രത്തിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അഷ്ടമത്തിലെ കേതു, അതായത് ഈ അഷ്ടമത്തിലെ കേതു നിൽക്കുന്നത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാന്ന് വെച്ചാൽ അതിനൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഈ കൈ എല്ലാവരുടെങ്കിലും ഗ്രഹനിലയുണ്ട്. ഈ ഗ്രഹനിലയിൽ ലാ എന്നൊരു അക്ഷരം കാണും. ആ ലാ തൊട്ട് എട്ടാമത്തെ ഭാവമാണ് ശരിക്കും പറഞ്ഞാൽ അഷ്ടമം എന്ന് പറയുന്നത്. ഈ അഷ്ടമം എങ്ങനെ തിരിച്ചറിയുന്നു വെച്ചാൽ അഷ്ടമത്തിൽ എട്ടാം ഭാവം, അതായത് ലാ തൊട്ട് നമ്മളൊരു കോളം കാണും, 12 കോളം കാണും. അതായത് ലാ തൊട്ടാണ് നമ്മൾ 1 എന്ന് പറയേണ്ടത് എണ്ണുന്നത്. അതായത് 1, 2, 3, 4, 5, 6, 7, 8 ഈ എട്ടാമത്തെയാണ് അഷ്ടമം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ അഷ്ടമത്തിൽ ഏത് ഗ്രഹമാണ് നിൽക്കുന്നത്? രോഹിണി നക്ഷത്രക്കാരുടെ, അതായത് അവിടെ രാഹു കേതുക്കളാണെങ്കിൽ കേതുവിന് ഷീ എന്ന് ഒരു അക്ഷരം സൂചിപ്പിക്കും. അവിടെ സർപ്പമാണെങ്കിൽ സ എന്ന് പറയുന്ന ഒരു അക്ഷരം സൂചിപ്പിക്കും. ഇത് അഷ്ടമത്തിൽ നിൽക്കുവാണെങ്കിൽ രോഹിണി നക്ഷത്രക്കാർക്ക്, അതായത് 2024 മാർച്ച് തൊട്ട് രോഗദുരിതങ്ങൾ വന്ന് കൂടാൻ ഭയങ്കരമായിട്ടുള്ളൊരു അനുഭവം ആണ്. അതായത് നിലവിലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ആണെങ്കിൽ പോലും ഈ രാഹുകേതുക്കളുടെ ഉപദ്രവം ഉള്ളതുകൊണ്ട് ഈ കൂടുതലായിട്ട് അവരെ അസുഖങ്ങൾ അലട്ടിക്കൊണ്ടേയിരിക്കും. അതായത് അവർ നിലവിൽ ശരിക്കും പറഞ്ഞാൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഹിണി നക്ഷത്രക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് അസുഖങ്ങൾ തുടരെ കൂടി വരിക, അതായത് വിട്ടുമാറാത്ത ഉള്ള പ്രശ്നങ്ങളായിരിക്കും ഈ രാഹു കേതുക്കളിൽ നിന്നും രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത്. അപ്പം അത് ഈ കൂടുതലായിട്ട് തുടർന്നു പോവുകയാണെങ്കിൽ ഭയങ്കര കാര്യങ്ങൾ വളരെ മോശവും. അപ്പം രോഹിണി നക്ഷത്രത്തിലുള്ളവർ രാഹുകേതുക്കളെ പ്രീതിപ്പെടുത്തേണ്ട സമയമായി. അത് എങ്ങനെയെന്ന് വെച്ചാൽ അടുത്തിരിക്കുന്ന നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ രാഹുകേതുക്കൾക്ക് രാഹുവിൻ്റെ ദോഷം മാറാൻ വേണ്ടി തലേദിവസം തിരുമേനയോട് പറഞ്ഞ് കരിക്ക് കൊണ്ട് അഭിഷേകം നടത്തുക. അപ്പം ഈ ഒരു കരിക്കിൻ്റെ അഭിഷേകം ചെല്ലുമ്പോഴത്തേക്ക് നെഗറ്റീവായിട്ട് നിൽക്കുന്ന രാഹുകേതുക്കൾ പോസിറ്റീവായിട്ടുള്ള ഇത് തരും. ഒപ്പം തന്നെ നമ്മുടെ ഗ്രഹത്തിലുള്ള അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹുകേതുക്കൾക്ക് ബലം കൂടി നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറുകയും ചെയ്യും. ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രോഹിണി നക്ഷത്രക്കാർക്ക് രാഹുകേതുക്കൾ കൊണ്ട് ഭയങ്കര രോഗദുരിതങ്ങൾ ഉണ്ടാകും. നമ്മൾ ഈ പറയുന്ന ഒത്തിരി ആശുപത്രി കേസുകെട്ടൊക്കെ നടക്കും. എത്ര ഡോക്ടറെ കാണിച്ചാലും ഡോക്ടർ ഒത്തിരി മെഡിസിൻ തരുന്നത്, ഈ മെഡിസിനൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ തന്നെ ഈശ്വരനോട് വെറുത്തു പോകും. ഭഗവാനെ, ഞാൻ ഇത്രയും മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് എൻ്റെ അസുഖങ്ങൾ മാറുന്നില്ല, എനിക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും തടസ്സം. അതായത് നിലവിലുള്ള ഒരു ആരോഗ്യവാനാണെങ്കിൽ അഷ്ടമത്തിൽ രാഹു കേതുക്കൾ അതല്ലെങ്കിൽ പാവഗ്രഹങ്ങൾ നിന്നാൽ ഈ പറയുന്ന ആരോഗ്യ കാര്യങ്ങൾക്ക് മങ്ങലുണ്ടാകും. ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഉപാസനാമൂർത്തി ഉള്ള ആൾക്കാർ, അതായത് ചില ആൾക്കാർക്ക് അവരവരുടെ ഉപാസനാമൂർത്തികളാണ്, ആ ഉപാസനാമൂർത്തിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുക. ഒപ്പം തന്നെ രാഹുകേതുക്കളെ പ്രീതിപ്പെടുത്തുക. ഒപ്പം തന്നെ സർപ്പാരാധന ചെയ്യുക. അതായത് അടുത്തിരിക്കുന്ന കാവുകളുണ്ടെങ്കിൽ അവിടെ എണ്ണ കൊണ്ട് കൊടുക്കുക, രാഹുകേതുക്കളെ പ്രീതിപ്പെടുത്തുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വീടിൻ്റെ അടുത്തുള്ള കാവുണ്ടെങ്കിൽ അവിടെ എണ്ണ കത്തിക്കാൻ കൊടുക്കുക. അപ്പം അതൊക്കെ ഈ രാഹുകേതുക്കളൊക്കെ പ്രീതിപ്പെടുത്താനുള്ള ഇതാണ്. പിന്നെ ഏറ്റവും വലിയൊരു മാർഗവും കൂടെയാണ് നമ്മൾ നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ 9 നവഗ്രഹങ്ങൾക്കായിട്ടുള്ള ഈ പറയുന്ന നവഗ്രഹ അർച്ചന, നവഗ്രഹ പൂജ, അതേപോലെ തന്നെ നവഗ്രഹങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് നമുക്ക് 9 വലത്ത് വെച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ 9 വലത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ 9 ഗ്രഹങ്ങൾക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജാതകത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ 9 ഗ്രഹത്തിൻ്റെ ഈ വലത്ത് വെക്കുന്നതുകൊണ്ട് പൂർണ്ണമായിട്ട് മാറുന്നതാണ്. അപ്പോൾ ഈ രാഹുകേതുക്കളെ ഈ അഷ്ടമത്തിൽ നിൽക്കുന്നത് കൂടുതലായിട്ടൊന്നും പേടിക്കേണ്ട. പക്ഷേ ഇതിന് കൂടുതലായിട്ട് നമ്മൾ പരിഹാരം ചെയ്യില്ലെങ്കിൽ നമ്മൾ രോഗദുരിതങ്ങളാകും, ഇപ്പോഴും തടസ്സം ഉണ്ടാകും, അതായത് മരണഭയം, അതേപോലെ തന്നെ നമുക്ക് ബ്ലഡ് കാണുക, അതേപോലെ തന്നെ വലുതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു ചിന്തയുണ്ടാകും, എനിക്ക് എന്ത് പറ്റി? ഈ എല്ലാ ജ്യോത്സ്യന്മാരും പറയുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് വെച്ചടി കയറ്റമാണ്. എന്നാൽ പോലും നമുക്ക് ഈ അഷ്ടമത്തിൽ ഈ പറയുന്ന പാവഗ്രഹങ്ങൾ രാഹുകേതുക്കളൊക്കെ നിൽക്കുവാണെങ്കിൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ അത് ഭക്തജനങ്ങൾ അങ്ങനെയാണെങ്കിൽ, അതായത് ലാ എന്ന് അക്ഷരം തൊട്ട് എട്ടാമത്തെയാണ് അഷ്ടമം എന്ന് പറയുന്നത്. അവിടെ ഷീ എന്ന് കേതുവിനെ സൂചിപ്പിക്കുന്നു, സ എന്ന് സർപ്പത്തെ സൂചിപ്പിക്കുന്നു. അപ്പം ഇത് 8ാം കോളത്തിൽ നിൽക്കുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് രാഹു കേതുകൾക്ക് പരിഹാരം ചെയ്യേണ്ടതാണ്. ഒപ്പം തന്നെ കേതു മാത്രമാണെങ്കിൽ കേതുവിന് പരിഹാരം ചെയ്യുക. അപ്പം ഈ ബാക്കിയുള്ള പാവഗ്രഹങ്ങൾ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ അഷ്ടമത്തിൽ രാഹു ഈ പറയുന്ന കേതു സർപ്പങ്ങളൊക്കെ നിൽക്കുമ്പോഴാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വളരെ മോശമായിട്ട് നമുക്ക് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത്. അപ്പം
ഈ മാർച്ച് തൊട്ട് രോഹിണി നക്ഷത്രക്കാരെ കരുതിയിരിക്കുക. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടേഴ്സിനെ കാണിക്കുക, അതേപോലെ തന്നെ വഴിപാടുകൾ ചെയ്യുക. ഒപ്പം തന്നെ നമ്മൾ ഏത് ഉപാസനമൂർത്തിയാണ് വിശ്വസിക്കുന്ന ആ ഉപാസനമൂർത്തിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ ആ ഉപാസനമൂർത്തിയെ വിളിച്ച് നമ്മുടെ കാര്യങ്ങളും ദുഃഖങ്ങളും ഒക്കെ പറയുക. ഒപ്പം തന്നെ ഇതിന് പരിഹാരമായിട്ട് സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക. രാഹുകേതുക്കൾക്ക് ഈ പറയുന്ന പോലെ, അതായത് രാഹു എന്ന് ഉദ്ദേശിക്കുന്ന സർപ്പമാണ്. അപ്പം രാഹുകേതുക്കൾക്ക് കരിക്ക് കൊണ്ട് തലേ ദിവസം പോയി ആ കരിക്കിന് അഭിഷേകം ചെയ്യുക. അത് ഏതെങ്കിലും ഒരു ആഴ്ച തന്നെ ഭക്തങ്ങൾ തിരഞ്ഞെടുക്കുക. ഞായറാഴ്ച എങ്കിൽ ഞായറാഴ്ച, ശനിയാഴ്ച എങ്കിൽ ശനിയാഴ്ച. അപ്പോൾ അത് ആഴ്ചയിൽ ആ ദിവസം തന്നെ ആയിരിക്കണം. ഇപ്പം ഇന്ന് നമ്മൾ ഞായറാഴ്ച ചെയ്തെങ്കിൽ അടുത്ത ഞായറാഴ്ച, അങ്ങനെ ഒരു 7 ആഴ്ച അടുപ്പിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഭക്തങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഭവിച്ചറിയാൻ പറ്റും. ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ അടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതേപോലെ തന്നെ നമ്മൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ ഈശ്വരൻ നോക്കുക, ആ ഒരു വിശ്വാസം ഈശ്വരനിൽ അർപ്പിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ഭക്തങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഒപ്പം തന്നെ വീഡിയോ ഷെയർ ചെയ്യണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് അറിയണം. പിന്നെ എൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, അപ്പം വിളിച്ച് പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതാണ്. നമസ്കാരം.